അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് മൈദ എടുത്തിട്ട് നന്നായി തരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നുമില്ല തരിച്ച് നോക്കുമ്പോൾ, എന്നാലും വെറുതെ നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് തരിച്ചെന്ന് മാത്രം. അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനി 2 ടീസ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞങ്ങളൊരു വെട്ട് കേക്കിൻ്റെ ഇട്ടിരുന്നു. അത് കോഴിമുട്ട മാത്രം ചേർത്തിട്ടായിരുന്നു കേട്ടോ. ഇത് പാലും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ അതിനാണ് ഞങ്ങൾ പാൽ കേക്ക് വരുന്നത്. അപ്പോൾ ഇത് പഞ്ചസാര 2 ഗ്ലാസ് മൈദ എടുത്തതിന് 1/2 ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് പാലും ചേർത്ത് കൊടുക്കാം. തരി ഉപ്പിട്ട് കൊടുക്കേണ്ട, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഒരു തരി മഞ്ഞൾപ്പൊടിയും കൂടി ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മൈദയുടെ മിക്സിയിലേക്ക്. അതൊരു കളറിനും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. കോഴിമുട്ട പാലും പഞ്ചസാരയും കൂടി അടിച്ച് വെച്ച മിക്സില്ല, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം. അതിനേക്കാൾ ഒരു ഇത്തിരി ലൂസിലാവും നല്ലത് കേട്ടോ. അത്രയുണ്ട് ചപ്പാത്തി മാവിൻ്റെ അത്രയുണ്ട് ടൈറ്റ് ആവണമെന്നില്ല. അങ്ങനത്തെ ഒരു രൂപത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അതാ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായി ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇതാക്കിയിട്ട് നമുക്ക് കയ്യിലോ ഓയിലോ എന്തെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി വെക്കാം. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചൊരു ഉഷാറായിട്ട് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് നമുക്ക് വലിയ ഉരുളകളാക്കി എടുത്തിട്ട് കല്ലിൽ വെച്ചിട്ട്, പത്തിരി കല്ലാണ്, അതിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ചിട്ടാവരുത്, ഒരു മീഡിയം സൈസ് കനത്തിൽ എടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആകൃതിയിൽ നമുക്ക് വെട്ടിയെടുക്കട്ടെ. എന്താ നമ്മളെ കയ്യിലുള്ള വെച്ചെങ്കിൽ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലതും പരത്തിയിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മീതെ ഒരു വര ഇട്ടിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി നമുക്കിത് ഒന്ന് അങ്ങനെ വെട്ടിയെടുക്കാം.
അങ്ങനെ എല്ലാതും നമ്മൾ വെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ഏകദേശം ആക്കാം. അതിൻ്റെ ഒപ്പം ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആക്കിയെടുക്കാൻ. കാരണം അല്ലെങ്കിൽ ഉള്ളു വേവാതിരിക്കും. അപ്പോൾ ഉള്ളു നല്ലോണം വെന്ത് കിട്ടണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കിയെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി മാവും കൂടെ എടുത്ത് പരത്തിയിട്ട് ഇതേപോലെ വെട്ടി വെക്കാനും പറ്റും. അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഏകദേശം കണ്ടോ അതേമാതിരി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രം നമ്മൾ വരച്ചത് വെട്ടിട്ടതുണ്ടല്ലോ കണ്ടോ നല്ല ഭംഗി കിട്ടിയിട്ടില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.